ഹായ് എവ്രിവൺ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ തത്സമയം ശാലിനിയിലൂടെ ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. തത്സമയം ശാലിനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഈ സ്ഥലം കണ്ട് എന്തെങ്കിലും പരിചയമുണ്ടോ? എവിടെയെങ്കിലൊക്കെ നിങ്ങൾ വീഡിയോസിലൂടെയും ഇൻ്റർവ്യൂവിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് എൻ്റെ നാടാണ്, എൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഓണക്കാലം ആയതുകൊണ്ട് ഞാനും എല്ലാവരും പോലെ നാട്ടിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. അഗ്നിപരീക്ഷയിലൂടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 അവസരം കാത്തു നിൽക്കുന്ന ഒരുപാട് മത്സരാർത്ഥികളിൽ 2 പേര് അവർ ചെയ്ത മിസ്റ്റേക്ക് കൊണ്ട് ഒരു ഡേഞ്ചറസ് സോണിലേക്ക് പോകുന്ന സാഹചര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ ഗ്രാഫ് ഉയർന്നു വന്നിട്ടുള്ള ഷാമോനും ഷിജുലാലുമാണ് മത്സരാർത്ഥികൾ. നമുക്കൊക്കെ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. ജിയോ ഹോട്ട്സ്റ്റാറിൽ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്നുള്ള രീതിയിൽ പലരും വോട്ടും ചെയ്തതായിട്ട് അറിയുന്നുണ്ട്. അപ്പം അങ്ങനെ ഷിജുലാലും ഷാമോനും ഒരു ഗെയിമിൽ അവരൊത്തു കളിച്ചത് കൊണ്ട് മാത്രം ഒരു പ്രോബ്ലം നേരിട്ടതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. ഇന്നത്തെ എപ്പിസോഡ് അത് ജിയോ ഹോട്ട്സ്റ്റാറിൽ ടെലികാസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏഷ്യാനെറ്റ് ടെലിവിഷനിലൂടെയും കാണാനായിട്ട് കഴിയും. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരു ഗെയിം മുന്നോട്ട് പോകുമ്പോൾ സ്ട്രാറ്റജീസ് നല്ലതാണ്. നമ്മൾ ഗ്രൂപ്പായിട്ടും അല്ലാതെയൊക്കെ നമ്മൾ സ്ട്രാറ്റജീസ് തിരഞ്ഞെടുക്കും. അതിന് മുൻപ് കൂട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്തും വെക്കും. പക്ഷേ എങ്കിലും ഗെയിം മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ ഒരു ജഡ്ജസ് മുന്നിലിരിക്കുന്ന സമയത്ത് ഗെയിമിൻ്റെ ഫിനാലെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടും 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തു കളിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു 100 റൗണ്ട് ആ ഗെയിം അങ്ങനെ പോവില്ലേ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള കണ്ടസ്റ്റൻസിന് ഇവാലുവേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് വിടുമ്പോൾ ഇവരുടെ ഈ ഒത്തുകളി കൊണ്ട് ബിഗ് ബോസിനകത്തേക്ക് ഇവർ 2 പേരും വിൻ ചെയ്ത് അഗ്നിപരീക്ഷയിലൂടെ പോവുകയാണെങ്കിൽ അവിടെയും നമുക്കൊരു ഒത്തുകളിയിലേ പ്രതീക്ഷിക്കാവുള്ളൂ. അങ്ങനെ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം എപ്പിസോഡിൽ ഉണ്ടായിട്ടുള്ളത്. രഞ്ജനി ഹരിദാസിൻ്റെ ഒരു ക്ലിപ്പൊക്കെ റീല് ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്. കൈ താത്തിയിടാൻ പറയുന്നത് കുറച്ച് രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നതൊക്കെ. അപ്പോൾ അത് അവരുടെ ആറ്റിറ്റ്യൂഡ് മുൻപോട്ടേ നമുക്ക് അറിയുന്നതാണ്. എങ്കിലും ആ എപ്പിസോഡ് മുഴുവനായിട്ട് കാണുമ്പോഴാണ് രഞ്ജനി ചേച്ചി ചെയ്ത മിസ്റ്റേക്ക് എന്താണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. കാരണം ആ ഒരു മത്സരത്തിനെ, ആ ഒരു ഗെയിമിനെ 2 പേരും ഒത്തു കളിച്ചുകൊണ്ട് അതിനെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ജഡ്ജസ് പിന്നെ എങ്ങനെ പ്രതികരിക്കണം? കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ടതിൽ യാതൊരു തെറ്റും ഈ 3 ജഡ്ജസിൻ്റെ ഭാഗത്തും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇതിനു മുൻപ് നമ്മൾ ഡിസേർവിംഗ് ആണെന്ന് തോന്നുന്ന പല മത്സരാർത്ഥികളും എവിക്റ്റ് ആയതുള്ളൊരു വിഷമം പ്രേക്ഷകരെ പോലെ ഞാനും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഇത് ഒരു ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിയമവും കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ പാലിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുന്ന സമയത്ത് ജഡ്ജസ് ആ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്രയും വലിയൊരു അവസരം നമ്മുടെ കയ്യിൽ വന്നു ചേർന്നിട്ട് പ്രത്യേകിച്ചുള്ള ആറ്റിറ്റ്യൂഡ് കൊണ്ടും ഈ ചില ഗെയിമിനെ മിസ്ലീഡ് ചെയ്യപ്പെടുന്ന പാളിപ്പോകുന്ന ചില തന്ത്രങ്ങളും കളികളും കൊണ്ട് അവസരം നഷ്ടപ്പെടാതിരിക്കട്ടെ മത്സരാർത്ഥികൾക്ക് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ മത്സരാർത്ഥികളൊക്കെയും വോട്ടിംഗ് പാനലിലുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇനി പ്രേക്ഷകർ വോട്ട് ചെയ്ത് അവരെ ജയിപ്പിച്ചാൽ അവർ അഗ്നിപരീക്ഷയിൽ എത്തിയേക്കാം. എന്തായാലും ആ 2 പേരിൽ നിന്ന് ഒരാളെ ആയിരിക്കും അഗ്നിപരീക്ഷയിലേക്ക് മേ ബി സെലക്ട് ചെയ്യാൻ പോകുന്നത്. ആ അവസരം 2 പേരെയും കൂടി ഈ ഒത്തുകളി കൊണ്ട് ഇല്ലാതെയാവും എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. കാലിബറുള്ള കുറച്ച് മത്സരാർത്ഥികളൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്നാവും ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ ഇതുപോലെയുള്ള മിസ്റ്റേക്സ് മത്സരാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാതിരിക്കട്ടെ. ജിയോ ഹോട്ട്സ്റ്റാറിൽ എന്തായാലും വോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഗ്നിപരീക്ഷ പക്ഷേ നമ്മളൊരു റിയാലിറ്റി ഷോ കാണുന്ന പോലെയല്ല, ഒരു ചെറിയൊരു പ്രോഗ്രാം, ഒരു സെഗ്മെൻ്റ് ആയിട്ട് മാത്രമേ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുള്ളൂ. അത് ഈ ആദ്യത്തെ ഒരു തവണ മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ട് വന്നതുകൊണ്ടായിരിക്കാം. എങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് മത്സരാർത്ഥികളെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ നിങ്ങൾ വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 8 ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ തന്നെ വരട്ടെ. എടുത്തു പറയാനുള്ളൊരു കാര്യമുണ്ട്, ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോയും കഴിഞ്ഞ ദിവസം അപ്പ് ചെയ്തിട്ടുള്ള ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. നല്ല രസകരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ അഫ്നിയാസൊക്കെ ഒരു കണ്ടസ്റ്റൻസ് ഓരോരുത്തരും മറ്റ് മത്സരാർത്ഥികളെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് നിർത്തുന്ന പോലത്തെയുള്ള ഒരു ടാസ്ക്കാണ്. അഫ്നിയാസ് ഉൾപ്പെടെ ഒരാളെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അഫ്നിയാസ് എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി എന്ന രീതിയിൽ മാറ്റി നിർത്തി പറയുന്നതല്ല, എങ്കിലും അത് കാണാൻ അതിൻ്റെ ഒരു പവർ, അതിൻ്റെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി പ്രൊമോയിൽ കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷം പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് മിസ്സാക്കാതെ കാണാം. കഴിഞ്ഞ ദിവസത്തെ ഈ 2 മത്സരാർത്ഥികളുടെ പാകപ്പിഴ എന്താണെന്ന് കൂടി നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് തത്സമയം ശാലിനിയിൽ പുതിയ എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ദിസ് ഇസ് വിജയ ശാലിനി സൈനിങ് ഓഫ്.